അസ്സലാമു അലൈക്കും. ഇന്ന് തജ്വീദിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മദ് എന്നാൽ നീട്ടുക എന്നതാണല്ലോ അർത്ഥം. ഫതഹിനെ അലിഫ് കൊണ്ടും കസിറിനെ യാ കൊണ്ടും ലമ്മിനെ വാവ് കൊണ്ടുമാണ് നീട്ടേണ്ടത്. അലിഫ്, വാവ്, യാ. അലിഫ് എന്ന ഉച്ചാരണം ആ എന്ന ഉച്ചാരണവും, യാ എന്ന ഉച്ചാരണം ഈ എന്ന ഉച്ചാരണവും, വാവ് എന്നത് ഉ എന്ന ഉച്ചാരണവുമാണല്ലോ. ഇതൊക്കെയാണ് മദ്ദിൻ്റെ ഹർഫുകൾ. മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിനെ മാത്രമാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇതിനെ തബഈ എന്നും പറയുന്നു. അപ്പോൾ മദ് രണ്ട് വിധമാണുള്ളത്: മദ് അസ്ലി, മദ് ഫർഈ. ഈ മദ് അസ്ലി എന്നത് രണ്ട് ഹർക്കത്ത് മാത്രമാണ് നീട്ടേണ്ടത്. ഉദാഹരണം ഖാല, ഖീല, ഖൂലു, അതായത് രണ്ട് ഹർക്കത്ത് മൊഴിയാനുള്ള സമയം. ഇന്ന് പറയുന്നത് മദ് ഫർഈനെ കുറിച്ചാണ്. എന്താണ് മദ് ഫർഈ? മദ്ദക്ഷരത്തിന് ശേഷം, അതായത് അലിഫ്, വാവ്, യാ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതലും നീട്ടണം. അതിനാണ് മദ് ഫർഈ എന്ന് പറയുന്നത്. ഈ മദ് ഫർഈനെ 5 വിഭാഗമായി തിരിച്ചിരിക്കുന്നു: മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിം, മദ് ആരിൽ, മദ് ലീൻ. ഇങ്ങനെ 5 വിഭാഗമായി തിരിച്ചിരിക്കുന്നുണ്ട്. അതിൽ മദ് മുത്തസിൽ എന്താണെന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. എന്താണ് മദ് മുത്തസിൽ? മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ ഇവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മദ്ദിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ നബയിലെ ആദ്യത്തെ ആയത്ത് തന്നെ നോക്കാം. അമ്മ യതസാഅലൂൻ. അതിലെ യതസാഅലൂൻ എന്നുള്ള അലിഫ്, സാ എന്നുള്ള അലിഫ് മദ്ദിന് ശേഷം തൊട്ടടുത്ത് തന്നെ അത് ഹംസ വന്നിരിക്കുന്നത്. അതിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. അതായത് മദ്ദക്ഷരമായ അലിഫ്, ആ അലിഫ് വന്നതിന് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വന്നു. ഇത്തരത്തിലുള്ള മദ്ദിനാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഉദാഹരണം വായിച്ചു നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് മദ് മുത്തസിൽ എന്താണെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി മദ് മുൻഫസിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരം, അതായത് അലിഫോ വാവോ യാ ഓ ആയ മദ്ദക്ഷരം, അതിൻ്റെ തൊട്ടടുത്ത കലിമത്തിൽ ആദ്യത്തിൽ തന്നെ ഹംസ, ഇങ്ങനെയുള്ള മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. അതായത് ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ അത്തരത്തിലുള്ള മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാ അഅ്ബുദ്. ഇതിൽ ലാ എന്നുള്ളത് ഒരു പദം, അതിൻ്റെ അവസാനത്തിലാണ് മദ് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത പദമാണ് അഅ്ബുദ്. അപ്പോൾ അത് മറ്റൊരു പദം, ആ പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നു. ഇത്തരത്തിലുള്ള മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ അത്തരത്തിലുള്ള മദ്ദിന് മദ് മുൻഫസിൽ എന്ന് പറയുന്നു. ഉദാഹരണം ലാ അഅ്ബുദ്. ഉദാഹരണം നോക്കിയാൽ തന്നെ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഹർക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എത്രയാണ് നീട്ടേണ്ടത് എന്നുള്ള ഇത് പറയുകയാണെങ്കിൽ 4-5 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. ഏത്? മദ് മുത്തസിലിന് 4-5 ഹർക്കത്ത് വരെ നീട്ടൽ വാജിബാണ്. ഇനി മുൻഫസിലിന് 2-4-5 ഹർക്കത്ത് നീട്ടൽ ജായിസാണ്. അത് അസ്ലിനേക്കാൾ നീട്ടൽ നിർബന്ധമില്ല. നീട്ടുന്നതെങ്കിൽ നീട്ടാം, അതല്ലെങ്കിൽ നീട്ടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നീട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. 4-5 ഹർക്കത്ത് വരെ നീട്ടാം. പക്ഷെ മുത്തസിൽ അങ്ങനെയല്ല, നീട്ടൽ നിർബന്ധമാണ്, വാജിബായ ഒരു കാര്യമാണ്. മുത്തസിൽ എന്ന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4-5 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമായ കാര്യമാണ്. ഈ യതസാഅലൂൻ എന്നുള്ള ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ യതസാഅലൂൻ അത് 4-5 ഹർക്കത്ത് തന്നെ നീട്ടൽ നിർബന്ധമാണ്. മറ്റത് മുൻഫസിലായ ഉദാഹരണത്തിന് നീട്ടുന്നതെങ്കിൽ മാത്രം നീട്ടാം, നീട്ടൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മദ് മുത്തസിലും മദ് മുൻഫസിലുമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്കാവും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഭാഗങ്ങൾ 3 ഭാഗങ്ങളുണ്ട്: മദ് ലാസിം, മദ് ആരിൽ, മദ് ലീൻ.
ഇത് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇൻഷാ അല്ലാ. അപ്പോൾ മദ് മുത്തസിലും മുൻഫസിലും ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉദാഹരണം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പഠിച്ചവൻ നമുക്കെല്ലാവർക്കും തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് വിജയത്തിലേക്ക് നയിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വ ആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.